അസ്സലാമലൈക്കും. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും നന്നായി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ബാൽക്കണി ഗാർഡനെ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഗാർഡൻ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ആക്ച്വലി താഴെ അധികം സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് താഴെ ഇങ്ങനെ 2-3 മരങ്ങളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാൽക്കണിയിൽ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം ചെടികളൊന്നുമില്ല, ലൈറ്റായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി ബാൽക്കണി. അപ്പോൾ 2 വലിയ പാമ്പ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോർണേഴ്സിലായിട്ട് ഇതുപോലത്തെ പാമ്പ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത്രയും വലുപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ വാങ്ങി വെച്ചത്. പിന്നെ ഹാങ്ങിങ് ആയിട്ട് മണി പ്ലാന്റ് ഉണ്ട്. 4 തരത്തിലുള്ള ഹൈബ്രിഡ് തരത്തിലുള്ള മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. മണി പ്ലാന്റ് ഇടയിൽ 2 ചെറിയ ചെടികളും വെച്ചിട്ടുണ്ട് ഹാങ്ങിങ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. ഇതും അതുപോലെ തന്നെ ഇതുമാണ് അത് 2 ചെടികൾ. ഇതിൽ കുട്ടിയായിട്ട് ഒരു പിങ്ക് കളറ് ഫ്ലവർ വരും. ഇതിൽ ഇതുവരെ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഇതും ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് അവർ പറഞ്ഞത്. ഇത് രണ്ടിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഇതിൽ വന്നിട്ട് നല്ല രസത്തിൽ മുള്ളു പോലത്തെ ഒരു ലൈറ്റ് പൂ വരും. അപ്പോൾ ഇതാണ് ഇനി എങ്ങനത്തെ പൂവാണ് വരാന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അറ്റത്ത് 2 തരത്തിലുള്ള മണി പ്ലാന്റും നടുവിൽ ഈ സൈഡിലും ആ സൈഡിലും സെയിം തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൺഷെയ്ഡിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഷെയ്ഡിൽ റോസ് വെച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള റോസ്, ഒന്ന് ബാംഗ്ലൂർ റോസും പിന്നെ വേറൊരു നോർമൽ റോസും ആണ്. അത് ഇതുവരെ പൂത്തിട്ടില്ല. ഇത് തൊട്ടിട്ട് നല്ലോണം പൂക്കുന്നുണ്ട് ഈ റോസ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ചട്ടി 10 മണി പൂവാണ്. ഇത് 3 തരത്തിലുള്ള കളർ പൂവാണ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വൈറ്റ്, പിങ്ക്, പിന്നെ ഓറഞ്ച്. വൈറ്റ് ആൻഡ് പിങ്ക് ഓൾറെഡി ഇതിൽ പൂത്തു, പക്ഷെ ഓറഞ്ച് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടൻ ചെമ്പരത്തി, അതും ചെമ്പരത്തിയാണ്. ഇതിലും 3 തരം ചെമ്പരത്തി കളർ മിക്സ് ചെയ്തിട്ടാണ് അവർ നട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു 3 ടയർ സ്റ്റാൻഡിൽ അലോവേറ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്ടസ് ഉണ്ട്. 6 തരത്തിലുള്ള കാക്ടസ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഒരു ലക്കി ബാമ്പു മണ്ണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. അപ്പോൾ എനിക്ക് കാക്ടസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊക്കെ പൂവുണ്ടാവും, പക്ഷേ നിങ്ങൾക്കറിയാലോ കുറേ നാളാവും ഇതിലൊക്കെ പൂവ് ഉണ്ടാവാൻ. അപ്പോൾ ഇതൊക്കെ എന്ത് കളറിലുള്ള പൂക്കളാണ് വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ആക്ച്വലി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് പാം, അടുത്ത റൈറ്റ് കോർണറിൽ വെച്ചിട്ടുള്ള അടുത്ത പാം. ഇതും അതുപോലെ വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഗാർഡനേഴ്സ് അവർ പ്ലാന്റേഴ്സ് വന്നിട്ട് വെച്ച് തന്നതാണ്, സെറ്റ് ചെയ്ത് തന്നതാണ്. ഇത് ഈ സ്റ്റാൻഡ് മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്ലാന്റിങ്ങും മണ്ണും ഫെർട്ടിലൈസറും എല്ലാം ഫസ്റ്റ് അവർ ഇട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി 3 മന്ത്സിൽ ഒരിക്കൽ അവർ തന്നെ വന്നിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ടറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കാക്ടസിനൊന്നും നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്താ പറയുക, ഡിസേർട്ടിൽ വളരുന്ന ചെടിയാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് കാക്ടസിന് വെള്ളം ഒഴിക്കുക. എല്ലാവർക്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയ പോട്ട് ഉണ്ട്. അപ്പോൾ അത് ഫുള്ളാവണ വരെ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് ടോട്ടലി ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ. മണി പ്ലാന്റ്സിന് ലൈക്ക് ഇൻ 2 ഡേയ്സിൽ ഒരു 1/2 കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഈ 10 മണി പൂവിന് വളരെ കുറവ് വെള്ളം മതി ആക്ച്വലി. കാരണം കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ അതിൻ്റെ റൂട്ടിൻ്റെ ഇതിൽ കുറച്ച് നനവ് ഇരുന്നാൽ മതി അതിന്.
പിന്നെ അതുപോലെ തന്നെ റോസും ചെമ്പരത്തിയും അതും ഈ പോട്ടിൻ്റെ താഴെയുള്ള ആ ഒരു ട്രേയിൽ വെള്ളം നിൽക്കുന്ന പോലെ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈ ആവണം വരെ ഞാൻ പിന്നെ ഒഴിക്കില്ല. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് പോട്ടിൽ വെള്ളം ഇല്ല, കാരണം ഇവിടെ 2-3 ദിവസമായിട്ട് മഴ പെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് സൺഷെയ്ഡ് ആയ കാരണം നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് മഴ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇതിന് ഫെർട്ടിലൈസറായിട്ട് ഇപ്പം ഞങ്ങൾ എതും ഇട്ടിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഈ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, സാധാ ഉള്ളി, സവോള, കുട്ടി ഉള്ളി, ചെറുള്ളി എല്ലാത്തിൻ്റെയും തൊലി എടുത്തിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് കുറച്ചൊരു ക്വാണ്ടിറ്റി ആകുമ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1 to 2 weeks അത് എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കും. അതിനുശേഷം അത് നല്ലോണം പിഴിഞ്ഞ് ആ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് സോയിലും അതിൻ്റെ ലീവ്സിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും അതിൻ്റെ ഗ്രോത്തിനും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുട്ടി ഗാർഡൻ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ, സ്റ്റേ സേഫ്.